മദീനയുടെ തെരുവിലൂടെ ഓടി നടക്കുകയാണ്, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? നബി എനിക്കൊന്ന് കാണിച്ചു തരുമോ? റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? നിലവിളിച്ചുകൊണ്ടൊരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം അവിടെ നിന്ന് സ്വഹാബത്ത് പറഞ്ഞു, പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. അവിടെ നിന്ന് മുത്തുനബിയെ കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചറപ്പേ, പെണ്ണ് പടന്ന് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? എനിക്ക് തൗബയുണ്ടോ നബിയേ? പ്രവാചകന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പരന്ന് കരച്ചില് നിർത്തൂ. നീ നിന്റെ നിലവിളി നിർത്തൂ. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറ. മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. എന്റെ ഭർത്താവ് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഗൾഫിൽ പോകുന്നത് പോലെയാണ്, പോയി കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ നീ സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു, ഒരു പുരുഷനുമായി കിടപ്പറ പങ്കിട്ടു എന്ന് പറയുകയാ. ഞാൻ അതിലൂടെ ഗർഭിണിയായി നബിയേ, അതിലൂടെ ഗർഭിണിയായി. ആരോടും പറഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല. കാരണം ഭർത്താവ് നാട്ടിലില്ല, കൊല്ലങ്ങൾ കഴിഞ്ഞേ വരത്തുള്ളൂ. മാത്രമല്ല കുടുംബത്തിലും പരിസരത്തും വേറെ ആരുമില്ല. ആരും അറിയാതെ തന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. 9.5 മാസം കഴിഞ്ഞു നബിയേ, അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടെ നിന്ന് ഒരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാ. അവിടെ നിന്ന് ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയോ? പെണ്ണിന്റെ അതാ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലുകയാ. കടുത്തു ഞെരിച്ചങ്ങോ കൊന്നുകളഞ്ഞു. 9.5 മാസക്കാലം ഗർഭം ചുമന്നു. മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ചു. തന്റെ പൊന്നാര മകന്റെ കടുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞു. മയ്യത്തെന്ത് ചെയ്തെന്നറിയുമോ ചെറുപ്പക്കാരാ? ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുറുക്കയുടെ കുപ്പിക്കകത്ത് കുഞ്ഞിന്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു. റോഡിന്റെ സൈഡില് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് അതാ കുപ്പിക്കകത്ത് അടച്ചു വെക്കുകയാ. അതിനകത്ത് കിടന്ന് അഴുകുകയാ, അതിനകത്ത് കിടന്ന് ദ്രവിക്കുകയാ. ഇറച്ചിയും എല്ലുകളുമെല്ലാം അതിലേക്ക് അലിഞ്ഞങ്ങ് ചേർന്ന് കഴിഞ്ഞു. അടയാളം കാണാറില്ല, ഒരടയാളവും കാണാറില്ല. സർവ്വതും അതിനകത്ത് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞപ്പോ നബിയേ, ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു. ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് പൈസ വാങ്ങി അവിടുന്ന് കച്ചവടം നടത്തി നബിയേ. നബി കരയുകയാ, കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി. മുത്തുനബിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഒരു പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ സമയത്ത് ഞാൻ വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കലയ്ക്കൊന്നുമില്ല. ഉമ്മായും മോളും കൂടെ ഭർത്താവ് ഗൾഫില്